വെൽക്കം ടു ടി ആൻഡ് മൈ ഫുഡ് ചാനൽ. മൈ നെയിം ഈസ് ജസ്വി. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ട് മിൽക്ക് റൈസ് ആണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തുക. എങ്കിലേ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മെസ്സേജ് വഴി കിട്ടത്തുള്ളൂ. അപ്പം ഈ കോക്കനട്ട് മിൽക്ക് റൈസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ കടുക് എടുത്തു വെച്ചിട്ടുണ്ട്. 4 ഗ്രാമ്പു ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1 തക്കോലം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 3 ഏലക്കായുടെ അരി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 2 ഗ്രീൻ ചില്ലി ഞാൻ അരി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. 4 ബേ ലീവ്സ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഡ്രൈ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ 2 മീഡിയം ഒനിയനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് കോക്കനട്ട് മിൽക്കാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനിവിടെ ടിൻ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കോലം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക ഇതിലേക്ക് ചേർക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കൊരു 2 മിനിറ്റ് മിക്സ് ചെയ്ത് ഒന്ന് വേവിക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ മൂടി വെച്ച് 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ റൈസ് നല്ല കുക്ക് ചെയ്ത് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം.